കട്ട തൈര് 2 വലിയ ടേബിൾ സ്പൂൺ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ചു. ഒരു കുഴി ഒഴിച്ചു. കുഴിയുടെ ഉള്ളില് നമ്മുടെ ചാറ് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചോ. എന്നിട്ടോ വെടിപ്പായിട്ട് ഇതാ ഇങ്ങോട്ട് കുഴയ്ക്ക. എത്ര പേരെന്നെ ഇപ്പൊ പ്രാഗുണ്ടാവും. ഇതൊരു വൈൽഡ് ഗസ്സാണ് കേട്ടോ. നാടൻ കോഴി വറുത്തരച്ച് വെച്ചത്. ചാറിലും ഇങ്ങനെ നിന്നിട്ട് കുഴച്ച് പഞ്ചാര ഗീരച്ചിക്ക് ചക്കര ഉമ്മ. ഇന്നത്തെ കറി എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. ഈ ചാറ് മതി മുത്തോടെ. ഇതാ കുഴച്ച് 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 ഇതിന്റെ ഹൈലൈറ്റ്സ് സത്യമായിട്ടും ഗീരച്ചിയുടെ നാടൻ കോഴിക്കറി തന്നെ കേട്ടോ. ചക്ക വിഭവങ്ങൾ കൊണ്ട് ഈ അന്നമ്മയുടെ ചാനലിൽ കയറാൻ പറ്റില്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ എനിക്ക് ഒരു വിഷമമില്ല കേട്ടോ. എന്താ കാര്യം എന്നറിയോ? നമുക്ക് മായയില്ലാതെ കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ഗുണമുള്ളൊരു സാധനമാണ് ചക്ക. സംശയമുണ്ടോ? അപ്പം നമ്മൾ ഇന്ന് ചക്കപ്പുഴുക്കെല്ലാം ഉണ്ടാക്കാൻ പോകുന്ന നല്ല കിഡിലൻ ചക്കയും കൊണ്ട് ചക്ക കുഴച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നല്ല വറുത്തരച്ച നാടൻ ചിക്കൻ കൂട്ടിയിട്ട് നമുക്കങ്ങ് അടിക്കണം. അപ്പം വെജിറ്റേറിയൻസ് വിചാരിക്കാം അപ്പം ഞങ്ങൾക്കും അന്നമ്മേന്ന് ചക്ക കുഴച്ച് നിങ്ങൾക്ക് തിന്നാം. നിങ്ങൾക്ക് വേണ്ടി അന്നമ്മയുടെ ഒരു മാരക കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? മധുരക്കിഴങ്ങും തൈരും കാന്താരിയും എല്ലാം കൂടെ ഇപ്പോഴും അത് ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ചക്ക കുഴച്ചതിൻ്റെ കൂടെ ഒരു കിഡിലൻ കോമ്പിനേഷനാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. വെറും 5 മിനിറ്റിൻ്റെ ഒരു വീഡിയോയിലേ ഉള്ളൂ. എന്നാൽ നമ്മൾ നോക്കി വെച്ച് വരാം അല്ലേ. ചക്കച്ചോള ഇതാ ഇങ്ങനെ നമ്മൾ കയ്യിലോട്ട് എടുത്തു. അതിൻ്റെ ചകിണി ഇതാ ഇങ്ങനെ പറിച്ചെടുത്തു. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഈ ചകിണി നല്ല കറുമുറുന്ന് വറുത്തെടുക്കാൻ പറ്റും, തോരൻ വെക്കാൻ പറ്റും കേട്ടോ. ചക്കതായി ഇങ്ങനെ പൊളിച്ച് പുറത്ത് ചാടിച്ച് കുരുച്ചേട്ടനെ ഇങ്ങെടുത്ത് ഈ പാട കൊണ്ടും നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും. കുരുവിനെ അറിയാമല്ലോ, നമുക്ക് 1000 വിഭവങ്ങളുണ്ട്. ഇങ്ങനെ കുഞ്ഞായിട്ട് ഇതുപോലെ അരിയാം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് വട്ടത്തിൽ അരിയാം. എന്താണെങ്കിലും കുഞ്ഞാവണം. അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഓക്കെ, അരിഞ്ഞ് ചെറിയ കഷ്ണമാക്കിയിട്ടുള്ള ചക്ക കലത്തിലോട്ട് നമ്മൾ ഇടുവാണേ. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. ചക്ക വേകാനുള്ള അത്രയും വെള്ളം. വേവ് കുറവുള്ള ചക്കയാണ്, അപ്പോൾ ഞാൻ നെകക്കെ ഇട്ടിട്ടില്ല. ഇതാ ഇത്രയും വെള്ളം. അപ്പോൾ അതേ അടുപ്പിലോട്ട് അങ്ങോട്ട് വെച്ചു. ആവശ്യത്തിൽ കൂടുതൽ കറിവേപ്പില ഞാൻ അങ്ങോട്ട് ഇടും. അപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിക്കുക, അല്ല ഇതിനാണ് ചക്ക വേവിക്കുമ്പോൾ കറിവേപ്പിലാന്ന്. നമ്മൾ അങ്ങനെയാണ്, എന്തിനും കറിവേപ്പില തട്ടും. നന്നായിട്ട് വേവണ വരെ ഇവനോട് ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഒരു വലിയ തേങ്ങ ചിരകിയത്, 2 കുടം വെളുത്തുള്ളി, വലിയൊരു പിടി കാന്താരി, ചിരിക്കല്ലേ, ജീരകം ഒരു 1/2 ടീസ്പൂൺ, എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ഈ ചതച്ചപ്പോൾ കുറേ കറിവേപ്പില ഇട്ടു കേട്ടോ, അത് കാണിക്കാൻ മറന്നു പോയതാ. ദേ നമ്മുടെ ചക്കക്കുട്ടപ്പൻ വെന്തൊടഞ്ഞ് കുഴഞ്ഞ് മറിഞ്ഞ്. ആഹാ, ഇതാണ് പാകം. ഇനി നമുക്ക് അരപ്പ് ചേർക്കാമേ. ഇറക്കി മറിച്ച് അടച്ചു വെച്ചു ഒരു 10 സെക്കൻഡ്. അപ്പോഴേക്കും ആവി മുകളിലെത്തിയത് കണ്ടോ? ഇനി നമുക്ക് ഇറക്കി വെക്കാം. ഇനി നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ധാരാളമായി പൊടുങ്കോ ഒന്നുകൂടെ ഇളക്കി മറിച്ച് പാത്രത്തിലേക്ക് പകർത്താം കേട്ടോ. എൻ്റെ അമ്മോ, വാരി തിന്നാൻ തോന്നുന്നില്ലേ? എന്നാൽ പിന്നെ ഉണ്ടാക്കണം. നമ്മുടെ വീഡിയോയെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാനൊരു സ്പെഷ്യൽ കോമ്പിനേഷൻ കാണിച്ചു തരാൻ പോകുന്നത് വെറുതെ പറഞ്ഞല്ല കേട്ടോ. കാരണം നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോഴും നല്ല ഹൈപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വാ. ഇതാണ്, അതായത് നല്ല ഒന്നാം തരം ചക്ക, പച്ചച്ചക്ക കുഴച്ചത്, നാടൻ ചിക്കൻ വറുത്തരച്ച് വെച്ചത്, കട്ട തൈര്, മാങ്ങാച്ചാറ്. അപ്പോൾ തൽക്കാലം നമ്മുടെ നാടൻ ചിക്കൻ കറി ഇങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് നോക്കിക്കേ, തൈര് ഉണ്ടാ ഇതുപോലെ കട്ട തൈര് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അറിയോ? അറിയില്ലെങ്കിൽ പറ കേട്ടോ. കണ്ടാ കട്ട തൈര് 2 വലിയ ടേബിൾ സ്പൂൺ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ചു. അപ്പം ഇത് മൊത്തത്തിൽ നമ്മളിട്ട് അളിപുളിന്നാക്കാൻ പറ്റില്ല. നമുക്ക് ഇവരെ 2ആയിട്ട് അങ്ങോട്ട് ഭാഗം വെക്കാം. വരമ്പങ്ങോട്ട് വരച്ചു. ഇവനെ ഇങ്ങോട്ട് മാറ്റി, ഇവനെ ഇങ്ങോട്ട് മാറ്റി. അതിന് മുമ്പ് ഈ ചക്ക കുഴച്ച മാത്രം ഞാനൊന്ന് തിന്നോട്ടെ. വായിൽ വെള്ളം തന്നിട്ടേ സൈക്കിളിൽ നിന്ന്. ആ ചക്ക എങ്ങനെ വെട്ടിപ്പുഴുങ്ങി തന്നാലും എനിക്ക് സ്വർഗമാണ്. നല്ല കാന്താരിയും പച്ചത്തേങ്ങയും ഒന്നും വേണ്ട, കുറച്ച് നല്ല ചൂടുള്ള മട്ടേരിക്കഞ്ഞി ചക്ക കുഴച്ചത്. നമ്മുടെ വിഷയം അതല്ലല്ലോ. ഒരു കുഴി ഒഴിച്ചോ, കുഴിയുടെ ഉള്ളില് നമ്മുടെ ചാറ് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചോ. എന്നിട്ടോ വെടിപ്പായിട്ട് ഇതാ ഇങ്ങോട്ട് കുഴയ്ക്ക. എത്ര പേരെന്നെ ഇപ്പൊ പ്രാഗുണ്ടാവും. ഇതൊരു വൈൽഡ് ഗസ്സാണ് കേട്ടോ. ഇങ്ങനെ കഴിച്ചാൽ നന്നായിരിക്കുന്നു. കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം സത്യസന്ധമായിട്ട്. ആരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കമൻറ്റ് ചെയ്തു. അന്നമ്മേ ഞങ്ങളും കമൻറ്റ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ എടുത്ത് സെറ്റാണെന്നേ. എന്താ പിന്നെ മാസാകണമെങ്കിൽ 2-3 കാര്യം വേണം. നല്ല പച്ചച്ചക്ക വേണം. അന്നമ്മയുടെ റെസിപ്പി പോലെ അടിപൊളി ചക്ക കുഴയ്ക്കണം. ഇതുപോലെയുള്ള പുളിയില്ലാത്ത കട്ട തൈര് വേണം. നല്ല പുളിയും എരിവും രുചിയും പാകത്തിനുള്ള ഈ അച്ചാർ വേണം. വേറെ ലെവല്. സത്യം പറഞ്ഞാൽ എനിക്കിനി ചിക്കൻ കഴിച്ച് തിന്നാൻ തോന്നുന്നില്ല.
അത്രയും ടേസ്റ്റ് ആയിട്ട് കേട്ടോ. നമ്മൾ എന്താണെങ്കിലും എടുത്തല്ലേ, നാടൻ കോഴി വറുത്തരച്ച് വെച്ചത്. ഒരു കഷ്ണം വീണോ വേണ്ടയോ എന്നറിയാതെ വിഷമിക്കായിരുന്നു. അങ്ങനെ അങ്ങോട്ട് തട്ടി. നാടൻ കോഴിക്കറി ആദ്യം നോക്കട്ടെ. ഷാർലോ ഇങ്ങനെ നിന്നിട്ട് കുഴച്ച് എങ്ങനെ ശരിയാവാതിരിക്കും? ആരാ വെച്ചത് ഗീതേച്ചി. ഞാനല്ല, ചക്ക വെച്ച ഞാൻ നാടൻ കോഴി വെച്ച ഗീതേച്ചി കേട്ടോ. സാധാരണ ഗീതേച്ചിക്ക് ഞാൻ റെസിപ്പി പറഞ്ഞു കൊടുത്ത് വെപ്പിക്കും. ഞാൻ പറഞ്ഞു ഗീതേച്ചിയുടെ ഇഷ്ടത്തിന് വെക്കാൻ സൂപ്പറായിട്ടുണ്ട്. ഇനി നമ്മുടെ അഭ്യാസം. അയ്യോ, ഈ ചാറ് മതി മുത്തോടെ. ഇതാ ഞാൻ കുഴച്ച് സത്യത്തിൽ തൈരും കൂട്ടി അടിച്ചപ്പോൾ വയറ് നിറഞ്ഞു. തിന്നണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം വെറുതെ ആയി പോയാലും അത്ര ടേസ്റ്റ്. ഇതിൻ്റെ ഹൈലൈറ്റ്സ് സത്യമായിട്ടും ഗീതേച്ചിയുടെ നാടൻ കോഴിക്കറി തന്നെ കേട്ടോ. നല്ല എരിവും. എൻ്റെ പഞ്ചാര ഗീതേച്ചിക്ക് ചക്കര ഉമ്മ. കാരണം ഇന്നത്തെ കറി എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു. നല്ല എരിവ്, പാകത്തിന് ഉപ്പ്, ഭയങ്കര രുചി. നല്ല ചക്ക കുഴച്ചത്, തൈര്, അച്ചാറ്, നാടൻ കോഴി വറുത്തരച്ച കറി. ഞാൻ നമ്മുടെ 2 തരത്തിലുള്ള കോമ്പിനേഷൻ തീറ്റ. ഇതിൽ മൊത്തം ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ നിങ്ങൾ പറയുമ്പോഴത്തേനും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ടപ്പേന്ന് ഓടി വരാം. ഓക്കെ, ബൈ ബൈ.